തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും പ്രചാരണത്തിനായി പോകുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം തൊഴിലുറപ്പ് പണികൾ പല സ്ഥലത്തും നടക്കുകയാണ്. അവിടെയെല്ലാം പോയിട്ട് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവർക്കുള്ള വേതനം കൃത്യമായി നൽകുമെന്നുള്ള. ഇപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കഴിഞ്ഞ 4 മാസമായിട്ട് ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്തതിൻ്റെ വേതനമൊന്നും ലഭിച്ചിട്ടില്ല. അപ്പം ആ ഒരു കാര്യമാണ് അവർ ഇവിടെ കുറച്ച് നമ്മളിപ്പോൾ കൊയിലാണ്ടി കൊല്ലം നെല്ലിയാടിക്കടവത്താണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. നിങ്ങൾക്കിപ്പം വേതനം കിട്ടിയിട്ട് കുറച്ച് കാലമായി? 6 മാസമായി. പിന്നെ 4 മണിക്കാക്കണം. 4 മണിയെന്ന് അറിയൂ, 4 മണിക്ക് പഞ്ചായത്ത് ആക്കണ്ടേ. ശരിക്കും അവരോട് വരണം ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ദിവസവും പണിയെടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കൂലി കിട്ടാത്ത ഒരു അവസ്ഥയാണ്. ഒരു 6 മാസമായി ഞങ്ങൾക്ക് വേതനം ശരിക്കും കിട്ടാത്ത. യഥാസമയം കിട്ടുന്നത് ഞങ്ങൾക്ക് വരണം. അങ്ങനെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചെത്തുന്നവർക്കൊക്കെ തരാമെന്ന് പറഞ്ഞു സ്ഥാനാർത്ഥി വന്ന് സ്ഥാനാർത്ഥിയോട് പറഞ്ഞു അതേ നോക്കാം, പാർലമെന്റിലെത്തിയാൽ നോക്കാമെന്ന് ഉറപ്പ് തരുകയും ചെയ്തു. ഇപ്പോൾ ഈ വെയിലെന്ന് പറയുന്നത് രാവിലെ ഒരു നമുക്കറിയാം ഒരു 8:30 ആകുമ്പോഴേക്കും തന്നെ വെയിൽ. ആ ഇതിനിടയിലാണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത്, എന്നിട്ടും ഒരു പണിയെടുക്കുന്നതിന് കൂലി കിട്ടുന്നില്ല. അത് പരമാവധി പിന്നെ അതിൻ്റേതായിട്ടുള്ള സമയത്ത് വാങ്ങിത്തരാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം. പിന്നെ 4 മണി എന്നുള്ളത് നിയമത്തിലൂടെ 4 മണിയാക്കണം. പിന്നെ തൊഴിൽ ദിനം 150 ദിവസമെങ്കിലും ആയിരിക്കണം. ഒരു കുടുംബത്തിന് 100 തൊഴിൽ എന്ന് വെച്ചാൽ ഒരു കുടുംബം 2 തൊഴിലാളികളുമേ അവർക്ക് 50 പണിയേ കിട്ടുന്നുള്ളൂ. അത് 150 പണി ഒരു വർഷം 150 പണിയെങ്കിലും ആക്കണം. ഇപ്പം നിങ്ങൾക്ക് കൂലി ഇപ്പം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 275. എത്രയാക്കണം എന്നുള്ള നിങ്ങളുടെ ഒരു ആവശ്യം? 500 രൂപ. ശരിക്കും നിങ്ങൾ പണി എന്ന് പറയുന്നത് അതിനുള്ളൊരു പണി എല്ലാവരും പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു പണിയൊന്നും എടുക്കുന്നില്ല ഇവർ, അത്രയ്ക്ക് മതി എന്നൊക്കെ. അങ്ങനെ ഇതുണ്ടോ നിങ്ങളുടെ പണി? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്? ജോലിയൊക്കെ ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു വേതനം ഉണ്ടോ? ഇല്ല, അത് പോരാ. ഇത് പ്രകാരം അത് മതിയാവില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, എല്ലാവരും വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ടോ? ഉണ്ട്. ജോലി ചെയ്ത സമയത്ത് തന്നെ അവിടെ ഉള്ള വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ടോ? എന്താ പറഞ്ഞ കൂലി കൂട്ടാന്നൊക്കെയാണോ പറയുന്നത്? കൂലി കൂട്ടി തരാമെന്ന്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് കിട്ടിയ ജോലി ചെയ്തതിൻ്റെ വേതനം ഇവർക്ക് കൃത്യമായിട്ട് കിട്ടണം. ഒപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ കൂട്ടണം. ഇപ്പോൾ അവർക്ക് 275 രൂപയാണ് കൂലി കിട്ടുന്നത്. 71 രൂപ 271 രൂപയാണ് അവർക്ക് കൂലിയായിട്ട് കിട്ടുന്നത്. അപ്പം അതിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തണം. കാരണം ഈ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല വെയിലാണ്. ആ വെയിലിലും അവർ ജോലി ചെയ്യുന്നു. രാവിലെ കയറുന്നതാണ്, 9 മണിയാകുമ്പോഴേക്കും തന്നെ വെയിലിന് ചൂട് വരുന്നുണ്ട്. ആ സമയത്ത് അവർ ജോലിയാണ്. അപ്പം ചെയ്യുന്ന ജോലിയുടെ ഒരു ശമ്പളമെങ്കിലും കിട്ടണം. ഒപ്പം തന്നെ തൊഴിൽ ദിനം കൂട്ടി കിട്ടണം എന്നുള്ളൊരു ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ അടുത്ത് വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് മുന്നിൽ അവർ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.